നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീസ് ലവോറ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയും ക്രിസ്പിയുമായിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ്. അതിനാദ്യമായി നമ്മൾ എത്ര പൊട്ടറ്റോയാണ് ചിപ്സ് ഉണ്ടാക്കാൻ എടുക്കുന്നത് അവയെല്ലാം തൊലി കളഞ്ഞ് ശുദ്ധമായ വെള്ളത്തിൽ കഴുകിയെടുക്കാം. ഇങ്ങനെ കഴുകിയെടുത്ത പൊട്ടറ്റോ ഒരു ചോപ്പറിൻ്റെ സഹായത്തോടെ അരിഞ്ഞെടുക്കാം. ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് വെച്ചാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. ഇങ്ങനെ അരിഞ്ഞെടുത്ത പൊട്ടറ്റോ എല്ലാം ശുദ്ധമായ വെള്ളത്തിൽ 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അതിലേക്ക് നല്ലതുപോലെ തിളച്ച വെള്ളം ഒഴിക്കാം. പൊട്ടറ്റോ മൂടി നിൽക്കുന്ന അത്രയും വെള്ളമാണ് ഒഴിക്കേണ്ടത്. മാത്രമല്ല വെള്ളം നല്ലതുപോലെ തിളച്ചതുമായിരിക്കണം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എല്ലാ പൊട്ടറ്റോയും ഒരുപോലെ വേകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. കാരണം മുട്ടി നിൽക്കുന്ന പൊട്ടറ്റോ ചിലപ്പോൾ വേവ് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഈ 10 മിനിറ്റിനിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത് വേവ് എല്ലാം ഒരുപോലെ ആവാൻ സഹായിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിൻ്റെ വേവ് ചെക്ക് ചെയ്യാം. ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പം ട്രാൻസ്പെറൻ്റ് ആവുന്നതാണ് ഇതിൻ്റെ വേവിൻ്റെ കണക്ക്. പൊട്ടറ്റോ വേവ് കണക്കായി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളയാവുന്നതാണ്. ഒരു അരിപ്പയുടെ സഹായത്തോടെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വയ്ക്കണം. ഇതിൽ ബാക്കിയുള്ള വെള്ളം കൂടെ വലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു കോട്ടൺ തുണിയിൽ നിരത്തി വയ്ക്കുന്നത്. ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ ഓരോന്നോരോന്നുമായിട്ട് നിരത്തി വെച്ച് വെള്ളം വലിയാൻ വെക്കാം. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇതിലെ വെള്ളമെല്ലാം വലിഞ്ഞിട്ടുണ്ടാവും. 10 മിനിറ്റ് കഴിയുമ്പം എണ്ണ ചൂടാക്കി ഇതിലേക്ക് ഒരേ സൈസിലുള്ള പൊട്ടറ്റോ എല്ലാം ഒന്നിച്ചെടുത്ത് വറുത്തെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് പൊട്ടറ്റോ ഇട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് വറുത്തെടുക്കാം. ഒരു സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ മൂപ്പ് പാകമാകുമ്പോൾ ഇതിലെ എണ്ണയിലുള്ള ജലാംശം കുറയുന്നതായിട്ട് കാണാം. ഇങ്ങനെ തിള നിന്ന് പോകുന്നത് പോലെ കാണാം. ഇതിപ്പോൾ ഇതിലെ തിളയെല്ലാം കുറഞ്ഞ് തിള നിന്നതായിട്ട് കാണാം. കാരണം ഇതിലെ ജലാംശമെല്ലാം വലിഞ്ഞു പോയെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ പരുവത്തിൽ നമുക്കിതെല്ലാം കോരിയെടുക്കാം. ഇങ്ങനെ കോരിയെടുത്തിരിക്കുന്ന പൊട്ടറ്റോ തണുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കാറ്റടിച്ച് ഇത് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്ന്, ഇതിൽ ഉപയോഗിക്കുന്ന പൊട്ടറ്റോ എല്ലാം ഏകദേശം ഒരേ സൈസിലായിരിക്കണം. ഏകദേശം എന്നേ ഉള്ളൂ, ഒരുപോലെ തന്നെ ആയിരിക്കണമെന്നില്ല. രണ്ടാമത്തേതെന്ന് വെച്ചാൽ പലയിനം പൊട്ടറ്റോ ഉണ്ട്. അതിൽ ഉള്ളിൽ വെള്ള കളറുള്ള പൊട്ടറ്റോയാണ് ചിപ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ടത്. ഉള്ളിൽ മഞ്ഞ കളറുള്ള പൊട്ടറ്റോ എടുക്കാൻ പാടില്ല. മൂന്നാമത്തേത് എന്ന് പറയുന്നത് എല്ലാ പൊട്ടറ്റോയും ഒരേ കട്ടിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഒരു ചോപ്പർ ഉപയോഗിക്കാം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന കാര്യമാണ്. അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് വറുക്കുമ്പോൾ ഒരേ സൈസിലുള്ള പൊട്ടറ്റോ ഒന്നിച്ച് വറുത്തെടുക്കുക. ചെറുതെല്ലാം ഒന്നിച്ച്, വലുതെല്ലാം ഒന്നിച്ച്. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസ് കാണുന്നതിന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ. താങ്ക് യു.